ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് മസാല ഓംലെറ്റ് ആണ്. ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് എങ്ങനെ തയ്യാറാക്കുന്നു നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അത് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് വേണ്ട സബോളയാണ്. അപ്പോൾ ഒരു അര സബോള ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് എഗ്ഗിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഞാനൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഒരു മസാല തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സബോളയാണ്. ഒരു വലിയ സബോള ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ്. ഒരു പച്ചമുളക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കളർ മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ സബോളയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു അര തക്കാളി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ സബോളൊക്കെ നന്നായിട്ട് വഴറ്റി കിട്ടണം. അതുവരെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓംലെറ്റാണ്. ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു അര സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ പൊടികളുടെ എല്ലാ പച്ചമണം മാറണം. അപ്പോൾ ഈ പൊടികൾ ചേർക്കുന്ന സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ മസാലകളൊക്കെ ചേർത്ത് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ എല്ലാം ഒന്ന് പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എഗ്ഗ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് മൂടി വെച്ചിട്ടൊന്ന് കുക്കാക്കി എടുക്കണം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്കാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ എഗ്ഗ് ആയത് കാരണം തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ലിഡൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു സൈഡൊക്കെ ആയിട്ടുണ്ടാവും. ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലേക്കും കൂടെ കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.